ഇവളുടെ ജോലി വളരെ വിചിത്രമായിരുന്നു. എല്ലാ ദിവസവും അവൾ തന്റെ ബോസിന് ഒരു ജീവനുള്ള കസേരയായി മാറേണ്ടി വന്നു. ഒരു ക്ലയന്റ് ഓഫീസിലെത്തിയപ്പോൾ അവളുടെ ബോസിൽ നിന്നുള്ള ഒരു സിഗ്നൽ മാത്രം മതിയായിരുന്നു. അവൾ ഉടൻ തന്നെ ഓടിവന്ന് മുട്ടുകുത്തി നിൽക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ക്ലയന്റിന്റെ ആശ്വാസത്തിനായി അവൾ സ്വയം ഒരു കസേരയായി മാറും. ജോലി എത്ര വേദനാജനകമായിരുന്നാലും കമ്പനിയിലെ അവളുടെ സ്ഥാനം അഭിമാനകരമായി കണക്കാക്കപ്പെട്ടു. കാരണം മറ്റുള്ളവർ മേശക്കാലുകളോ വസ്ത്രം തൂക്കിയിടുന്ന തൂണുകളോ മാത്രമായിരുന്നു. ചില പുതിയ ഇന്റേണുകൾ വളരെ നിസ്സഹായരായിരുന്നു. അവരുടെ ഒരേയൊരു കടമ ടിഷ്യൂ ബോക്സുകളായി തുടരുക എന്നതായിരുന്നു. തന്റെ ജോലി രക്ഷിക്കാൻ അവൾ 10 വർഷം സഹിച്ചു. ഒരിക്കലും പരാതിപ്പെടാതെ എല്ലാ ദിവസവും തന്റെ മുതുകിലെ ഭാരമേറിയ നുകം വഹിച്ചു. ചിലപ്പോൾ ക്ലയന്റുകൾ എല്ലാ പരിധികളും ലംഘിക്കും. അവർ അവരുടെ മേൽ ഇരുന്നു വ്യായാമം ചെയ്യാൻ തുടങ്ങും. അവൾ എല്ലാ വേദനയും എല്ലാ അപമാനവും നിശബ്ദതയോടെ സഹിച്ചു. ഒരു ദിവസം എല്ലാ പരിധികളും തകർന്നു. ബോസും അവന്റെ സെക്രട്ടറിയും അവളെ ഒരു വസ്തുവായി കണക്കാക്കി. അവളുടെ മുകളിലിരുന്ന് അവളെ ഒരു വിഡ്ഢിയാക്കാൻ തുടങ്ങി. ആ നിമിഷം മുഴുവൻ ലോകത്തിന്റെയും ഭാരം അവളുടെ പുറകിൽ പതിച്ചതായി അവൾക്ക് തോന്നി. അവളുടെ കൈകൾ വിറച്ചു, ശരീരം തളർന്നു. അടുത്ത നിമിഷം അവൾ നിലത്തു വീണു. രണ്ടുപേരും അവളോടൊപ്പം വീണു. കോപാകുലനായ ബോസ് പുറത്തേക്ക് പോയി. ഇപ്പോൾ അവളുടെ ജോലി അപകടത്തിലായിരിക്കുന്നു. പക്ഷേ സഹപ്രവർത്തകർ അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നിരാശയോടെ അവൾ വീട്ടിലേക്ക് മടങ്ങി. അവൾ അകത്തേക്ക് കടന്നയുടനെ അവളുടെ എല്ലാ വേദനകളും അവിടെ അവസാനിച്ചതായി തോന്നി. മുറിയിൽ അവളുടെ അമ്മ ഒരു വിളക്ക് പോലെ അവിടെ ഉണ്ടായിരുന്നു. അവളുടെ അച്ഛന്റെ സാന്നിധ്യം ചുവരിൽ ഒരു പുതിയ പെയിന്റിംഗ് പോലെയായിരുന്നു. മുത്തശ്ശിയും മുത്തച്ഛനും അവളുടെ ആശ്വാസത്തിനായി മേശയായി മാറി. ഫോൺ റിംഗ് ചെയ്യുന്നതുവരെ അവൾക്ക് ഒരു നിമിഷം പോലും സമാധാനം ലഭിച്ചില്ല. ബോസിൽ നിന്നുള്ള ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു: ഒരു പുതിയ കസേര കണ്ടെത്തി, നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട. ഒരൊറ്റ തെറ്റു 10 വർഷത്തെ കഠിനാധ്വാനം ഇല്ലാതാക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. പക്ഷേ അവളുടെ കുടുംബം നിശബ്ദമായി അവളെ പിന്തുണച്ചു. കാരണം അവർക്ക് അവൾ ഇപ്പോഴും അവരുടെ കൊച്ചുകുട്ടിയായിരുന്നു.